ദാസപ്പ എന്നെ ശരിക്കും നോക്കിയേ, എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ബർത്ത്ഡേകൾ ശരിക്കും കലിപ്പ് മൂഡിലായിരുന്നു. ആ കലിപ്പ് മൂടൊന്ന് സെറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ഫെയറിയുടെ വിങ്സും വടിയും കൈ കൊടുത്തത്. പിന്നെ എനിക്ക് തന്നെ അത് നല്ല പണിയായി, കാരണം അത് വണ്ടിയിൽ കയറിയപ്പോൾ പിന്നെ അഴിച്ചേക്കാൻ സമ്മതിച്ചില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ആളെ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ അത് അഴിച്ച് ഞാൻ കവറിൽ വെച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആൽവഫയിൽ പോയിട്ട് അവർ നല്ല കേക്ക് സെലക്ട് ചെയ്തു. അങ്ങനെ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ പേര് എഴുതിക്കാൻ വേണ്ടി കൊടുത്തു. അവിടെ വെയിറ്റ് ചെയ്തു. ആ ഇന്ത്യക്കാരൻ ചേട്ടനോട് ഞങ്ങൾ ജസ്റ്റ് പേര് മാത്രമാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിരിച്ച് കൈ കിട്ടിയ സമയത്ത് ഹാപ്പി ബർത്ത്ഡേ ഇവാനി എന്നൊക്കെ പറഞ്ഞ് നല്ല വെണ്ടക്കാ അക്ഷരത്തിലായിരുന്നു എഴുതിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വേണ്ട, ഒന്ന് പറ്റുവാണെങ്കിൽ ഇതൊന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞാൽ അത് കുഴപ്പമില്ല, ഞങ്ങൾ മാറ്റി എഴുതി തരാമെന്ന്. പക്ഷേ പിന്നെ തിരിച്ച് കൈ കിട്ടിയപ്പോഴോ ഇവാനി എന്ന പേരുണ്ട്, പക്ഷേ അതും നല്ല വെണ്ടക്കാ അക്ഷരത്തിൽ. ഞങ്ങൾ നല്ല ക്യൂട്ടായിട്ട് ചെറുതായിട്ട് ആണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയും അത് മാറ്റി എഴുതിക്കാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. റിയാദിലെ ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് അൽമാസ്. അവിടെ നിന്നാണ് ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടി നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് 2 ഫാമിലീസ് ഉണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട്. അതിൽ ഒരു ഫാമിലി ഞങ്ങളുടെ നൈബേഴ്സ് തന്നെയാണ്. അവരും ഹസ്ബൻഡ് വൈഫും 2